ഇവിടെ പ്രേക്ഷകരെ പാലക്കാട് വൻ ലഹരിവേട്ട എന്ന വാർത്ത MDMA, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് തുടങ്ങി ഇല്ലാത്തതൊന്നുമില്ല എല്ലാ സാധനങ്ങളുമായിട്ട് ദമ്പതികളും സുഹൃത്തും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഒലവക്കോട് നിന്നാണ് 3 അംഗ സംഘത്തെ ജില്ലാ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സാഹസികമായി ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇക്ബാൽ അറക്കലുണ്ട് സ്ഥലത്ത്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. ഈ ഓണക്കാലമാണ്, എല്ലാത്തരം ലഹരിയും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. വൻ ലഹരിവേട്ടയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MDMA, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ് ഇതെല്ലാം എവിടെ നിന്നാണ് ഇവർ കൊണ്ടുവന്നത്? അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിലാണ്. ഇവിടെ ഒലവക്കോട് ജംഗ്ഷനിൽ വെച്ചാണ് ഇപ്പോൾ 3 അംഗ സംഘത്തെ ഈ ലഹരി മരുന്നുകളുമായി ഇപ്പോൾ പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത്. MDMA, അതുപോലെ തന്നെ കൊക്കൈനും, അതുപോലെ തന്നെ LSD സ്റ്റാമ്പും, ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായാണ് ഈ 3 അംഗ സംഘം ഇപ്പോൾ പോലീസ് സംഘത്തിന് പിടിയിലായത്. പുലർച്ചയോടുകൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത്. ജില്ലാ ഡാൻസ് ആഫിന്റെയും അതുപോലെ തന്നെ നോർത്ത് പോലീസിന്റെയും എല്ലാം നേതൃത്വത്തിലായിരുന്നു ഇവരെ പിടികൂടിയത്. ഇതിൽ തന്നെ ഒരു ദമ്പതികളും അതുപോലെ തന്നെ ഒരു സുഹൃത്തുമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ബി ഫാത്തിമ, കർണാടക സ്വദേശി, അതുപോലെ തന്നെ കോട്ടയം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നിസിഹ്, മലപ്പുറം സ്വദേശിയായിട്ടുള്ള അസറുദ്ദീൻ, ഈ 3 അംഗ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത്. 3 പേരും ഈ വൻ ലഹരി വസ്തുക്കളുമായി പാലക്കാട്ടെ ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇവർ വന്ന വാഹനം പിന്നീട് പോലീസ് അതിസാഹസികമായാണ് ഒലവക്കോട് ഭാഗത്ത് വെച്ച് പിടികൂടുന്നത്. ഇവർ വരുന്ന വിവരം അറിഞ്ഞ് വാഹനം ചേസ് ചെയ്താണ് പോലീസ് എത്തുകയും പിന്നീട് പോലീസ് വാഹനം കുറുക്കെയിട്ട് ഇവരെ പിടികൂടുകയായിരുന്നു. ഏതായാലും 3 പേരെയും പോലീസ് സംഘത്തിന് പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ വലിയ വിജയം എന്ന് പറയുന്നത്. 3 അംഗ സംഘം അവർ കൊണ്ടുവന്നിരിക്കുന്നത് MDMAയും അതുപോലെ തന്നെ കൊക്കൈനും അതിനോടൊപ്പം തന്നെ LSD സ്റ്റാമ്പും ഹൈബ്രിഡ് കഞ്ചാവും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയായിരുന്നു. അത് കേരളത്തിലേക്ക് കടത്താനായിരുന്നു ഇവരുടെ ശ്രമം. ഏതായാലും ഇവരെ ഇപ്പോൾ സ്റ്റേഷനുകളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് സംഘത്തിന്റെ തീരുമാനം. അരുൺകുമാർ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കർണാടക സ്വദേശിയായിട്ടുള്ള ബി ഫാത്തിമ എന്ന് പറയുന്ന ഒരു യുവതി ഉൾപ്പെടെ 3 അംഗ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ജില്ലാ ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വൻ സാഹസികമായാണ് ഇപ്പോൾ ഈ 3 അംഗ സംഘത്തെ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. എവിടേക്കായിരുന്നു ഈ ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമം എന്നുള്ളത് കണ്ടെത്തണം. അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഈ മുഴുവൻ ലഹരി വസ്തുക്കളും ഈ സംഘം വാങ്ങി കേരളത്തിലേക്ക് കൊണ്ടുവന്നു കണ്ടെത്താനുള്ള നീക്കത്തിലേക്കും ഇപ്പോൾ പോലീസ് സംഘം കടന്നിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള വാഹന പരിശോധനയ്ക്കിടയിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ഇടയിലാണ് ഇപ്പോൾ ഈ 3 അംഗ സംഘത്തെ ഇപ്പോൾ പോലീസ് സംഘം അതിവിദഗ്ധമായി പിടികൂടിയിരിക്കുന്നത്. ഞാൻ ഇവരുടെ പേര് പറയാം. കർണാടക സ്വദേശിയായിട്ടുള്ള ഫാത്തിമ, അതുപോലെ തന്നെ കോട്ടയം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നിസിഹ്, മലപ്പുറം സ്വദേശിയായിട്ടുള്ള അസറുദ്ദീൻ, ഈ 3 അംഗ സംഘത്തെയാണ് ഇപ്പോൾ ജില്ലാ ഡാൻസ് ഓഫിനും അതുപോലെ തന്നെ നോർത്ത് പോലീസിനും എല്ലാം നേതൃത്വത്തിൽ പിടികൂടിയിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊണ്ട് പാലക്കാട് വ്യാപകമായിട്ടുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരുന്നു. പ്രത്യേകിച്ചും ഈ ഓണക്കാലമായതോടുകൂടി വലിയ തോതിൽ കേരളത്തിലേക്ക് ലഹരി കടത്താനുള്ള ശ്രമം ഉണ്ടാകും എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇത്തരത്തിലൊരു ശ്രമത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ലഹരി വസ്തുക്കളാണ് ഇവരുടെ പക്കൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് അല്ലേ? അരുൺകുമാർ, നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ വിശദമായി ഇവരെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെ ഇവിടെ വെച്ച് തന്നെ ഈ പിടികൂടിയ ഒലവക്കോട് മേഖലയിൽ വെച്ച് ഇവരിൽ നിന്ന് കണ്ടെത്തിയ ലഹരി വസ്തുക്കളെല്ലാം ഇപ്പോൾ സീസ് ചെയ്ത് പോലീസ് സംഘം കൊണ്ടുപോവുകയാണ്. അതിനുശേഷം പിന്നീട് ഇവരെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാലക്കാട് DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ പ്രതികരണങ്ങൾ നൽകും. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ കാര്യങ്ങളാവുന്നുള്ളൂ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ കാര്യങ്ങളാവുന്നുള്ളൂ. ഈ MDMAയും കൊക്കൈനും എല്ലാം ഒരുമിച്ച് ഒരുപക്ഷെ പാലക്കാട് പിടികൂടുന്നു ആവുന്നുള്ളൂ. അതിന്റെ കാര്യങ്ങൾ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. എത്രയാണെന്നുള്ളതൊന്നും ഇല്ല, ആവുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടുന്ന് കൊണ്ടുവരുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചു? ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം പറയാം. കുറച്ച് കഴിയുമ്പോഴേക്കും ആവും. അതിന്റെ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ, തീർച്ചയായും ഇപ്പോൾ ഇവർ വന്നു എന്ന് പറയുന്ന ഈ വാഹനം അത് ഇപ്പോൾ ഈ മേഖലയിൽ നിന്നും നിലവിൽ മാറ്റിയിട്ടിരിക്കുകയാണ്. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുണ്ട്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലൊരു രാസലഹരി പിടികൂടി എന്നറിഞ്ഞതോടുകൂടി പിന്നീട്
വലിയ രീതിയിൽ ജനക്കൂട്ടം ഇവിടേക്ക് എത്തുകയായിരുന്നു. പക്ഷേ അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ പോലീസ് സംഘം ഇത്തരത്തിൽ ഈ വാഹനങ്ങളെല്ലാം മാറ്റി ഇവരെ ഇപ്പോൾ ഈ ജീപ്പുകളിലേക്ക് മാറ്റി. പ്രതികരണം ഒന്ന് തടാവുന്നതാണ്. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കൂ. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട്, എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഞാൻ കോയമ്പത്തൂർ. കോയമ്പത്തൂരിൽ നിന്നാണ് അത് കിട്ടിയത്? അല്ല, ഇത് ഇവിടെ നിന്നാണ് പിടിച്ചെന്ന് പറഞ്ഞത്. ഇവിടെ നിന്നാണ് പിടിച്ചെന്ന് പറഞ്ഞത്. എന്നെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നു. എനിക്കിതൊന്നും അറിഞ്ഞൂടാ. ഞാൻ പുള്ളി ഡ്രൈവർ. ഈ ലഹരി മരുന്നൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ കോയമ്പത്തൂരും വേറൊരാളുടെ ഞാൻ കോട്ടയം. നിങ്ങളുടെ പേരാ? ഇത് സലീം എന്ന് പറഞ്ഞ ആര് കൊണ്ടുവന്നാണ്. അരുൺകുമാർ, ഇപ്പോൾ പിടിയിലായിട്ടുള്ള കോട്ടയം സ്വദേശി മുഹമ്മദ് നിസീഹിൻ്റെ പ്രതികരണമാണ് കേട്ടത്. നിസീഹ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരസ്പരം അങ്ങോട്ട് അറിയില്ല എന്നുള്ളതാണ് നിസീഹ് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത വരണമെങ്കിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകേണ്ടതുണ്ട്. ഇവർ കോയമ്പത്തൂർ മേഖലയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നന്നായി. ആ പ്രതികരണം അതിനകത്ത് ഈ തെളിയിക്കണം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഈ ഇന്നോവയിലാണോ അവർ വന്നത്, അതോ ഇന്നോവ പോലീസിന്റെ ആണോ? അവരോട് ചോദിച്ചു നോക്കാം. ഈ ഇന്നോവയായിരുന്നോ? തന്നെ അരുൺകുമാർ, ഈ ഇന്നോവയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഇതൊരു തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും പോലീസ് സംഘം ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ്. DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടമാണ് ഇത്തരത്തിൽ വൻ രാസലഹരി പിടികൂടിയെന്ന വിവരം അറിഞ്ഞപ്പോൾ ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മുഴുവൻ പ്രതികളെയും ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിനുശേഷം പിന്നീട് പോലീസ് പെട്ടെന്ന് തന്നെ പിടികൂടിയിട്ടുള്ള ലഹരി വസ്തുക്കൾ മറ്റേ മഹസർ ഉൾപ്പെടെ തയ്യാറാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് അവരോട് കൂടി ഒന്ന് വിവരങ്ങളൊന്ന് ചോദിക്കേണ്ടതുണ്ട്. സാർ, ഈ കാണുന്ന ഇന്നോവയിലാണ് അവർ വന്നത്? അല്ല, ഈ ഇന്നോവയിലാണോ അവർ വന്നത്? ഈ കിടക്കുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ? അരുൺകുമാർ, അതിൽ തലയും താഴ്ത്തി നിൽക്കുന്ന ചങ്ങാതിയും അയാളുടെ ഭാര്യയുമാണ് എന്ന് തോന്നുന്നു. അയാളുടെ പങ്കാളിയുമാണ്, ഒപ്പം ഡ്രൈവറാണ് എന്നാണ് മറ്റൊരാൾ പരിചയപ്പെടുത്തിയത്. ഇവർ 3 പേരും കൂടി വന്ന ഇന്നോവയിലാണെന്ന് തോന്നുന്നു. ആ വണ്ടിയിലാണെന്നാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓണക്കാലമാണ്. ഓണക്കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ച് ആലോചിക്കും? നമ്മൾ കിറ്റിനെ കുറിച്ച് ആലോചിക്കും, നമ്മൾ പൂക്കളെക്കുറിച്ച് ആലോചിക്കും, നമ്മൾ പരിപാടികൾ നടത്തുന്ന ക്ലബ്ബുകളെ കുറിച്ച് ആലോചിക്കും, തലയണേടിയെക്കുറിച്ച് ആലോചിക്കും, അല്ലേ? ഇവരാലോചിക്കുന്നത് വേറെ ചില അടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് കൂട്ടത്തോടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാതാണോ ചെറുപ്പക്കാർ ഒരു അച്ഛനെ ഒരു മകൻ കുത്തിക്കൊന്നു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത്. ഇതൊക്കെ വാങ്ങിച്ചടിച്ചിട്ട് പോയിട്ട് ബന്ധം പോലും അറിയാതെ, കുടുംബം പോലും ഇല്ലാതായി തീർന്ന, അനാഥമായി തീരുന്ന മനുഷ്യരാണ്. ഒരു കാരണവശാലും ഒരു കോംപ്രമൈസും പാടില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസിന്റെ ശ്രദ്ധേയമായ നേട്ടം. ഒലവക്കോട് നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ലഹരി വേട്ട. പ്രിയപ്പെട്ടവരെ, സമയം